അങ്ങനെ ദേവ്യാനി മരുമകളായ നയനയെ അംഗീകരിക്കുന്നുണ്ടല്ലേ. ആ എപ്പിസോഡ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ഞാൻ ഐബട്ടിൽ കൊടുത്തേക്കാട്ടോ. അത് കാണാത്തവർ അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാട്ടോ. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും ദേവ്യാനി നയനയ്ക്ക് വേണ്ടി നല്ലൊരു സർപ്രൈസ് ഒരുക്കുന്നുണ്ട് കേട്ടോ. ഈ വിവരം അറിഞ്ഞ ജാനകിയും അനാമികയും വെറുതെ ഇരിക്കോ. അവർ തമ്മിൽ പിന്നെ നല്ല മുട്ടം വഴക്കാവുന്നുണ്ട് കേട്ടോ. ജാനകി ദേവ്യാനിയോടൊക്കെ നന്നായിട്ട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. ആ ഒരു കിടലൻ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ദേവ്യാനി ജയന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ജയേട്ടാ. ആ എന്താടോ, ജയേട്ടനിപ്പോ തിരക്കിലാണോ? ഏയ് ഇനിയിപ്പൊ തിരക്കുണ്ടെങ്കിൽ തന്നെ എന്താ, ഞാൻ അതിന്റെ പ്രിയതമയ്ക്ക് വേണ്ടി മാറ്റിവെക്കാതിരിക്കൂ. ദേ ജയേട്ടാ, ആരെങ്കിലുമൊക്കെ കേൾക്കൂ. കേട്ടോടെ ദേവേനി, സത്യം പറയാലോ എന്റെ ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങളിലൂടെയാ ഞാനും എന്റെ മോനും ഒക്കെ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ ഒരു ലോകം കീഴടക്കിയ സന്തോഷം എനിക്ക്. നമ്മുടെ മരുമകളെ നീ അംഗീകരിച്ചല്ലോ, അതിൽ പരം സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല. ഇത് കേട്ടപ്പോ ദേവ്യ എനിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട്, അല്ല താൻ എന്തോ പറയാൻ വന്നതായിരുന്നല്ലോ, എന്താ കാര്യം? അത് വേറൊന്നും അല്ല ജയേട്ടാ, നയനമോളുടെ കാര്യമാ. നയനമോൾക്ക് എന്തു പറ്റി? ഒന്നും പറ്റിയതല്ല, എനിക്ക് നയനമോൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ ജയൻ പറയുന്നുണ്ട്, മോൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാകില്ല, എന്നാലും നിന്റെ സന്തോഷത്തിന് മോൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതാ. ആദ്യമായിട്ടല്ലേ നീ മനസ്സറിഞ്ഞ് മോൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാ അത് മോൾക്ക് വലിയ സന്തോഷാവും. അതേ ജയേട്ടാ, എനിക്ക് നയനമോൾക്കായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. നീ എന്താ ഉദ്ദേശിച്ചേ? ജയേട്ടാ, നയനമോൾ ആദ്യം ജോലി ചെയ്തിരുന്നത് ഒരു ആർട്ട് ഗാലറിയിലല്ലായിരുന്നോ? അതുപോലെ ഒരു ആർട്ട് ഗാലറി നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ആ ആർട്ട് ഗാലറി നിറയെ മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചു വെക്കണം. അങ്ങനെ ഒരു ആർട്ട് ഗാലറി ഉണ്ടാക്കി മോളുടെ കയ്യിലാക്കി ഏൽപ്പിക്കണം. എനിക്കെന്തോ മോൾക്ക് അങ്ങനെ ഒരു സമ്മാനമാണ് കൊടുക്കാൻ തോന്നുന്നത്. ജയേട്ടന് താല്പര്യം എന്താ? എന്നാ ജയൻ ഒന്നും മിണ്ടാതെ നിൽക്കാട്ടോ. ഇത് കണ്ടിട്ട് ദേവേനി പറയുന്നുണ്ട്, ജയേട്ടാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. ഞാൻ ഒന്നാലോചിച്ചപ്പോ മോൾക്ക് അതിനോടായിരിക്കും ഇഷ്ടം തോന്നി. മോള് വേണമെങ്കിൽ അവിടെ ജോലി ചെയ്തോട്ടെ, അതിൽ നിന്ന് കിട്ടുന്നത് അവളുടെ അച്ഛനും അമ്മയും സഹായിച്ചോട്ടെ. അതൊക്കെയല്ലേ നയനമോളുടെ ഇഷ്ടം. അതുകൊണ്ടാ ജയേട്ടൻ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വേണ്ട. ജയേട്ടൻ ഒന്നും പറയുന്നില്ല, അതിനർത്ഥം അത് ഇഷ്ടമായില്ലെന്നാ. അപ്പൊ ജയൻ പറയുന്നുണ്ട്, ആര് പറഞ്ഞു? താൻ ഇപ്പൊ പറഞ്ഞ ഐഡിയ ഇല്ലേ, അതിൽ പരം സന്തോഷം മോൾക്കുണ്ടാക്കുന്ന മറ്റൊരു ഗിഫ്റ്റും ഉണ്ടാവില്ല. കാരണം മോളുടെ കഴിവുകൾ കൊണ്ട് അധ്വാനിക്കാൻ മോൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണത്. നമ്മുടെ വീട്ടിൽ തളക്കപ്പെട്ടു എന്ന് മാത്രം. അപ്പൊ ദേവിനെ പറയുന്നുണ്ട്, ജയേട്ടാ ഇനി എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ മോശമായ ഒരു പ്രവൃത്തിയും ഉണ്ടാകില്ല. അതെനിക്കറിയാലോ. ശരിക്കും പറഞ്ഞാ നീ നിന്റെ മരുമകളെ മനസ്സിലാക്കി. നിനക്കിതിനു വേണ്ടി എല്ലാ സപ്പോർട്ടും ഞാൻ തരും. കാരണം ഇതിനേക്കാൾ സന്തോഷം മോൾക്ക് മറ്റൊന്നും ഉണ്ടാകില്ല. ജയേട്ടാ, അതിനാദ്യം നമുക്ക് ഒരു ആർട്ട് ഗാലറി കണ്ടെത്തണ്ടേ? അത് കണ്ടെത്തലൊരു ടാസ്ക്കാണ് ജയേട്ടാ. എന്നാ പിന്നെ ഞാനൊരു സ്ഥലം പറയട്ടെ. പിന്നെ അവർ തമ്മിൽ സംസാരിക്കുന്നൊന്നും കൃത്യമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനാമികയും അനിയാണ്. അനാമിക സോഫയിലിരുന്ന് നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം അനി അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, അതെ അനാമികെ. എന്നാ അനാമിക ഒട്ടും തന്നെ അനിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അനാമികെ, ഞാൻ തന്നോടാ ചോദിക്കുന്നത്. ഓ എന്താ? ഞാനിപ്പോ ഒരു പണി ചെയ്യുന്ന കണ്ടില്ലേ, ഇതിൽ നിന്ന് എന്റെ കണ്ണെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ കോൺസെൻട്രേഷൻ പോകും. അതെ, ഞാൻ അലമാരക്കകത്ത് കുറച്ച് പൈസ വെച്ചിരുന്നു, അതിപ്പോ അവിടെ കാണാനില്ല. ഇതിനു മുമ്പ് കുറച്ച് പൈസ വെച്ചിട്ട് കാണാതായിട്ടുണ്ട്. ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ആഹാ, അത് കൊള്ളാട്ടോ. നീ പറഞ്ഞോണ്ട് വരുന്നതെന്താ? ഞാൻ നിന്റെ പണം അടിച്ചു മാറ്റിയെന്നോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഓഹോ, നീ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ആ, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. അതിനാവശ്യമില്ലാത്ത അർത്ഥം കൊടുക്കുന്നത് നീയാ. ഞാൻ അർത്ഥം കൊടുത്തുന്നോ? നീ ഇപ്പത് എന്നോട് ചോദിച്ചു വന്നത് എന്തിനാ? ഞാൻ ആ പൈസ എടുത്ത് ഉപയോഗിച്ചോന്ന് അറിയാനില്ലേ? അതെ, അതിനിപ്പോ എന്താ തെറ്റ്? അതെ, എന്റെ മുറിയിൽ ഞാനും നീയും അല്ലാണ്ട് വേറെ ആരും ഇവിടെ കയറാറില്ല. പിന്നെ ഞാൻ മറ്റുള്ളവരെ സംശയിക്കേണ്ട ആവശ്യം തിരിക്കുന്നു. നിന്റെ മുറി മാത്രമോ? അതെന്റെയും കൂടി മുറിയാണ്. ആണല്ലോ, അപ്പൊ ആ കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് അവിടെ ഇരുന്ന പൈസ എവിടെ പോയെന്ന്. നിന്റെ പൈസ എവിടെ പോയെന്ന് എനിക്കെങ്ങനെ അറിയാം? അല്ലേനും നിന്റെ നക്കാപ്പിച്ച കാശിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. ദേ അനാമികെ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചോളണം. നീ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ നീ ഒന്നും പറയണ്ട. അതേസമയം അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട്. എന്താടാ, നിങ്ങൾ രണ്ടുപേര് വീണ്ടും വഴക്കായോ? അമ്മേ, ഞാൻ വഴക്കിനൊന്നും ചെല്ലുന്നില്ല. വെറുതെ ഇരിക്കുന്ന എന്നോട് ഇവൻ എന്തു പറഞ്ഞാ വന്നതെന്നറിയോ? എന്താ മോളെ? ഇവൻ അലമാരക്കകത്ത് വെച്ചിരുന്ന കാശ് ഞാൻ എടുത്തോന്ന്. കുറെ ദിവസമായിട്ട് വെക്കുന്ന കാശ് കാണാനില്ലെന്ന് അവൻ തന്നെ എടുത്ത് ഉപയോഗിക്കും. അത് മറന്നിട്ട് അവൻ എന്നെ കുറ്റപ്പെടുത്തുക. ആ നന്ദുവിന് ഇവൻ വല്ലതും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. എപ്പോഴും അവളുമായിട്ട് ഓരോ റെസ്റ്റോറന്റിലല്ലേ. ഇത് കേട്ടപ്പോ ജാനകിക്ക് ദേഷ്യം വരുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, എടാ അങ്ങനെ വല്ലതും ആണോ? മോൾക്ക് നിന്റെ കാശിന്റെ ആവശ്യമൊന്നുമില്ല. അതും പറഞ്ഞ് മോളെ ഇനി മേലെ ഇൻസൾട്ട് ചെയ്തേക്കരുത്, കേട്ടല്ലോ? അപ്പൊ അനി ചോദിക്കുന്നുണ്ട്, അമ്മ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ അവിടെ വെച്ചിരുന്ന പൈസ എവിടെ പോയി? എടാ, അതിന് നീ മോളെയാണ് സംശയിക്കേണ്ടത്. നിന്റെ പൈസ കാണാനില്ലെങ്കിലേ അതിന് ഉത്തരവാദികൾ ഇവിടെ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് ദിവസമായിട്ട് ഒരുത്തി വന്നിട്ടുണ്ടല്ലോ, നിനക്ക് ഏറെ ഇഷ്ടപ്പെട്ട അവള്.
അവള് തന്നെയായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ. പിന്നെ ആ നയനയുടെ ചേച്ചി, ഒന്നും പറയണ്ട, അടിച്ചു മാറ്റലിന് പേര് തെളിയിച്ചവളാ. അമ്മേ, നയനയെടുത്തി നവ്യയെടുത്തി ഇത് ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ആ ഉറപ്പില്ല. നിങ്ങൾക്ക് ആ ഉറപ്പില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. അവരല്ല എൻ്റെ പണം എടുത്തതെന്ന്. പിന്നെ ആരാ എടുത്തതെന്നുള്ളതൊക്കെ എനിക്കറിയാം. അവരൊഴികെ പണത്തോട് ആർത്തിയുള്ള ചിലരും ഈ വീടിനുള്ളിലുണ്ടെന്ന് അമ്മ മനസ്സിലാക്കണം. ആരടാ നീ ആരുദ്ദേശിച്ച് ഇത് പറഞ്ഞത്? നിങ്ങളോട് തർക്കിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെ തർക്കിച്ചാലേ ഒരു കാര്യമില്ല. ഇതും പറഞ്ഞ് അനി അവിടുന്ന് ദേഷ്യം പിടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ജാനകി നേരെ അജയന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അജയനാണെങ്കിൽ എന്തൊക്കെയോ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അജയേട്ടാ. എന്താ? നിങ്ങൾ ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? ഇനി എന്ത് നടക്കാനാ? ഇപ്പോഴാ എന്റെ മനസ്സ് ശരിക്കൊന്ന് ശാന്തമായത്. എന്ത് ശാന്തമാകാൻ? ഇങ്ങനെ പോയാലേ നിങ്ങളുടെ മോനും മരുമകളും അടിച്ചു പിരിയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതെ, ഞാൻ നിങ്ങളോടായി പറയുന്നത്. അപ്പൊ അജയൻ പറയുന്നുണ്ട്, അതിനിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അജയേട്ടൻ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇത്. അജയേട്ടൻ ഒന്ന് അനിയോട് നല്ല രീതിയിൽ സംസാരിക്കണം. കാര്യമായിട്ട് അവനെ ഒന്ന് ഉപദേശിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മോനെ ഉപദേശിക്കാൻ എനിക്ക് വയ്യ ജാനകി. അതിനൊക്കെ പറ്റിയത് നീയാണ്. കൊള്ളാം, നിങ്ങൾക്കൊന്നും അനാമികമോളെ ഇഷ്ടമല്ല. ആ അനാമികമോളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം. അതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാ നിങ്ങൾ അതിനൊന്നും സഹകരിക്കാത്തത്. ഷടാ, ഇത് വലിയ കഷ്ടമായിപ്പോയല്ലോ. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? നിങ്ങൾക്ക് എന്താണെന്ന് അറിയണമല്ലേ? നിങ്ങളുടെ മോന്റെ കാശ് കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. റൂമിൽ അലമാരയിൽ വെച്ചെന്നാ പറയുന്നത്. അവൻ വെക്കുന്ന കാശൊന്നും കാണാനില്ലെന്നാ പറയുന്നത്. അതൊക്കെ ആരെടുക്കാനാ? അതിനവൻ അനാമികമോളെ ചോദ്യം ചെയ്യേ ഇപ്പോ. അല്ലേനും അവന്റെ പൈസയൊക്കെ ഇപ്പം ആർക്ക് വേണം? അനാമികമോളെ പണത്തിലാ വളർന്നത്. അങ്ങനെ പണത്തിൽ വളർന്ന കുട്ടിക്ക് എന്തിന് ഇവന്റെ പൈസ? മോൾക്ക് പൈസയുടെ ഒരു ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ആവശ്യം വന്നാൽ അവന്റെ ഇത് കട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇതിനെന്തായാലും ഞാൻ എന്റെ മോന്റെ കൂടെയാ. അവളെ എടുത്തോന്നൊന്നും പറയാൻ പറ്റില്ല. ദേ അജയേട്ടാ, നിങ്ങൾ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. നീ അവിടെ നിന്ന് കത്തിയാലും എനിക്കൊരു കുഴപ്പമില്ല. ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക നീ. അവളെ എടുത്തിട്ടില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. അവളെന്തെങ്കിലും പെരിപ്പിച്ച് പറഞ്ഞു കാണും. അത് എനിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി കാണും. അതിന് നീ അണിയെ കുറ്റപ്പെടുത്തിയും കാണും. അതിന് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇതും പറഞ്ഞ് അജയൻ അവിടുന്ന് പോവാണ്. ഇങ്ങേരുടെ ഒരു സ്വഭാവം നോക്കണേ, എന്തൊരു മാറ്റം ഇങ്ങേർക്കൊക്കെ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജയനെയും ദേവ്യാനിയാണ്. ദേവ്യാനി പറയുന്നുണ്ട്, ജയേട്ടാ ഇതൊക്കെ ഇത്രയും പെട്ടെന്ന് ശരിയായി കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. ഏതായാലും മൊത്തത്തിൽ എനിക്ക് ആ ആർട്ട് ഗാലറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നീ പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും അതിനുള്ളിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആദർശിന്റെ അനിയുടെ സഹായം നന്നായിട്ടുണ്ടായിരുന്നു. ജയേട്ടാ, ഇനി ഒട്ടും താമസിക്കാതെ ഇതെന്റെ മോളുടെ കയ്യിൽ ഏൽപ്പിക്കണം. അതേസമയം ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛ, അമ്മേ, എന്തായി ആർട്ട് ഗാലറി ഒക്കെ? അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, ഒന്നും അറിയാത്ത പോലെ അച്ഛന്റെ കൂടെ മോനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും അമ്മയുടെ ഐഡിയ കൊള്ളാം. നയനയ്ക്ക് എന്തായാലും ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷാവും. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, അത് മാത്രമല്ല, മോൾക്ക് യാത്ര ചെയ്യാൻ ഒരു കാറും അത്യാവശ്യം. എത്രയും പെട്ടെന്ന് ഒരു നല്ല കാറ് മോൾക്ക് വാങ്ങിച്ചു കൊടുക്കണം, അതും എന്റെ കൈകൊണ്ട്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, എല്ലാ അമ്മയുടെ സന്തോഷം പോലെ. പറഞ്ഞ പോലെ നയനമോൾ എവിടെ? നീ മോളെ വിളിക്ക്. അച്ഛനും അമ്മയും ഇവിടെ ഇല്ല ജയേട്ടാ, അല്ലെങ്കിൽ ഇതേൽപ്പിക്കുമ്പോൾ അവരെയും കൂടി വിളിക്കായിരുന്നു. അപ്പൊ ജയൻ പറയുന്നുണ്ട്, ഞാൻ അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞതാ കാര്യങ്ങളൊക്കെ. അവരാ പറഞ്ഞത് ഞങ്ങൾ വരുന്നവരെ കാത്തിരിക്കേണ്ട, ഇത് എത്രയും പെട്ടെന്ന് മോളെ ഏൽപ്പിക്കാൻ. അതാണ് അവരുടെ സന്തോഷമെന്ന്. അല്ല, നമുക്ക് ജാനകിയും ജലജയും അനാമികമോളൊക്കെ വിളിക്കണ്ടേ? അപ്പൊ ജയൻ പറയുന്നുണ്ട്, ദേവേനി ഇതൊന്നും ഇപ്പൊ അവരറിയാതിരിക്കുന്നതാ നല്ലത്. അതേസമയം നയന അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മേ, ഞാൻ അമ്മയെ അവിടേക്ക് നോക്കിയല്ലോ. ആണോ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു മോളെ. ഞാൻ മോളെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. ആണോ? എന്തു പറ്റി അമ്മേ? ഒന്നുമില്ല, ഒന്നിങ്ങ് വന്നേ. നയന അങ്ങനെ ദേവ്യാനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയം ദേവ്യാനിയുടെ കയ്യിലുണ്ടായിരുന്ന ആ കീ നയനയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഈ കീ ഈ തറവാടിൻ്റെ ഒന്നല്ല, പകരം നിനക്ക് ഞാനൊരു സർപ്രൈസ് തരുവാ. എനിക്ക് സർപ്രൈസോ? എന്താ അമ്മേ, എനിക്കിത് മനസ്സിലായില്ല. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അമ്മേ, എന്നാ പിന്നെ നമുക്ക് പോയാലോ? ആ സമയത്താണ് അങ്ങോട്ട് ജാനകി വരുന്നത്. അല്ല, എല്ലാരും കൂടി എങ്ങോട്ടാ? ബാക്കിൽ തന്നെ അനാമികയുണ്ട് കേട്ടോ. അപ്പൊ ഇത് കേട്ടപ്പോ ജയൻ പറയുന്നുണ്ട്, എന്റെ മരുമകൾക്ക് ദേവ്യാനി ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ. അപ്പൊ അനാമിക ഇടയിൽ കയറി ചോദിക്കുന്നുണ്ട്, ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? ഗിഫ്റ്റ് എന്താന്ന് ചോദിച്ചാ ദാ മോളുടെ കയ്യിലേക്ക് നോക്ക്. അങ്ങനെ ജാനകിയും അനാമികയും അവളുടെ കയ്യിലോട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു കീ കാണാട്ടോ. ഇത് കണ്ടപ്പോ തന്നെ അനാമികക്ക് കാര്യോടി, എന്തോ വലിയ സംഭവം അവളെ ഏൽപ്പിക്കാൻ പോവാണെന്ന്. ഇതെന്താ അവളുടെ കയ്യിലൊരു കീ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെന്തിനാ ഇപ്പൊ നീ അറിയുന്നേ? അല്ല, ഒരു കീ കണ്ടതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, അതൊന്നുമില്ല മോളെ, ഞാനൊരു ഗിഫ്റ്റ് എന്റെ മരുമകൾക്ക് കൊടുക്കുക. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഇവളെല്ലാരും വലയ്ക്കകത്താക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ വല്യമ്മ അവളുടെ വലക്കകത്തായി. ഇത് കേട്ടപ്പോ ജാനകി പറയുന്നുണ്ട്, എന്തൊക്കെയായിരുന്നു നിന്റെ വല്യമ്മ പറഞ്ഞിരുന്നത്? ആര് വിശ്വസിച്ചാലും ഈ കള്ളിയെ വല്യമ്മ വിശ്വസിക്കില്ലെന്നായിരുന്നു. എന്നിട്ടിപ്പോ ഏട്ടത്തി ഞങ്ങളോട് ചതിയ ചെയ്തത്.
ഇതൊക്കെ കൊടും ചതി ഏട്ടത്തി. എന്ത് ചതി? ഞാൻ എന്ത് ചതി ചെയ്തെന്നാ ജാനകി പറയുന്നത്? വല്യമ്മ പിന്നെ നമ്മളോട് ചതിയല്ലേ ചെയ്തത്? ഇവളെ വല്യമ്മക്ക് കണ്ണെടുത്ത കണ്ടുടായിരുന്നല്ലോ. ഇപ്പം എങ്ങനെ വല്യമ്മയ്ക്ക് ഇവളെ ഇഷ്ടമായി? ആ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മരുമകളെ മനസ്സിലാക്കാൻ ഞാൻ സമയമെടുത്തു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. കൊള്ളാം, ഏട്ടത്തിയുടെ നാടകം ഏതായാലും ഗംഭീരമായിട്ടുണ്ട്. ദേ ജാനകി, ഞാൻ ഒരു നാടകവും കളിച്ചിട്ടില്ല. ഇനി അതിൻ്റെ പേരിൽ എൻ്റെ മരുമകളെ ആരും കുറ്റപ്പെടുത്താനും വരണ്ട. എൻ്റെ മരുമകളെ ഞാൻ സ്നേഹിച്ചെന്ന് കരുതി നിങ്ങളെ ആരെങ്കിലും ഞാൻ അകറ്റി നിർത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവളെ എന്തിനാ ഏട്ടത്തി ഇഷ്ടപ്പെട്ടത്? അതിന് മാത്രം എന്ത് കാരണാ ഇവിടെ ഉണ്ടായത്? ഏട്ടത്തി എന്തായാലും നല്ല രീതിക്ക് ഞങ്ങളെയൊക്കെ പറ്റിച്ചു. എന്നിട്ട് ജാനകി പറയുന്നത്, എടി നയനെ, നീ വിരലി നുള്ളിക്കോ. നിന്റെ എല്ലാ കാലത്തിലും ഞാൻ നിമിഷങ്ങൾക്കകം ഇവിടെ പൊളിച്ചടുക്കുവേടി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജാനകിയല്ല. അപ്പൊ ദേവേന് പറഞ്ഞത്, ദേ ജാനകി, നീ എന്റെ മോളെ എന്തെങ്കിലും ചെയ്താ നിനക്കെന്നെ നന്നായിട്ട് അറിയാലോ. മോളോ? ഇപ്പം മോളൊക്കെ ആയല്ലേ? അതെടി, മോളൊക്കെ ആയി. ഇതെന്റെ മരുമകളല്ല, സ്വന്തം മോള് തന്നെയാ. ആ കാര്യത്തിൽ നിനക്കെന്നെ സംശയം വേണ്ട. എന്നിട്ട് ദേവ്യാനെ അനാമികയോട് പറയുന്നുണ്ട്, അനാമികയെ, ഇനി ഒട്ടും റെസ്പെക്റ്റ് കൊടുക്കാതെ നയനോട് നീ സംസാരിക്കരുത്. നയന നിന്റെ ചേച്ചിയാണ്, ആ ബോധം നിനക്കുണ്ടായിക്കോട്ടെ. അല്ലാതെ നീ നയനെ ഏത് സമയത്തും എടി പൊടി നിങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട. അതൊന്നും അത്ര നല്ലതല്ല. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഞാൻ എനിക്കിഷ്ടമുള്ളത് വിളിക്കും. അതൊക്കെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരാ? നിങ്ങൾക്കിപ്പോൾ ഇവളല്ല വലുത്, അല്ലാതെ ഞാനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ വാക്ക് ഇനി ഞാൻ കേൾക്കില്ല. ഇതും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവാട്ടോ. ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, വീഡിയോക്ക് ലൈക്ക് ചെയ്തിരിക്കുക. അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.